ഗൈസ് നമ്മൾ കുമ്പിച്ചൽ കടവിലോട്ടാണ് വിടുന്നത് ഗൈസ്. ഗൈസ് വേണ്ട എല്ലാവരും ഞാൻ കുറച്ചതാ ഹൈലൈറ്റ് കൊള്ളാല്ലേ. ആര് ഏതോ ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. സൂപ്പർ 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 എന്ന് ഇവള് പറയും. ഹായ് നല്ല ഭംഗിയുണ്ട്. അയ്യോ സൂപ്പർ ഏട്ടാ, അടിപൊളിയല്ലേ ചേട്ടാ, മാർക്ക് ചേട്ടാ. എനിക്ക് ശരിക്കും ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ നാടാണ് ഓർമ്മ പറഞ്ഞത്. എന്റെ പൊന്നെ വിഷയായി വിഷയം. എന്റെ ഗൈസ് ഒന്നും പറയില്ല, അടിപൊളി. പക്ഷെ ഈ ഒരു സ്ഥലത്തിനെ നമ്മൾ മൂന്നാറൊക്കെ ഇങ്ങനെ ട്രിപ്പിനൊക്കെ പോകല. അപ്പം നമ്മൾ എങ്ങനെ കൊണ്ടുപോകണ സ്ഥലത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഈ ഇങ്ങനെ പാറ പോലെ ഉണ്ട്. പക്ഷെ ഈ സ്ഥലത്തിന്റെ ഭംഗി ആ പാറയാണ്. പാറയൊന്ന് കാണിച്ചു കൊടുക്ക്. അങ്ങോട്ടേക്കുണ്ട് ഒത്തിരി. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ആരെങ്കിലും വന്ന് കുളിക്കാറുണ്ടോ? പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് നീന്താറുണ്ടോ? എല്ലാരെങ്കിലും ഞാൻ ചാടിയേ. നീന്താൻ പഠിക്കണം. എനിക്കറിയാം നീന്താൻ. ചാടിയല്ല. അടിപൊളി. ഇങ്ങോട്ട് ഇറങ്ങുന്ന തടസ്സം കൂടുന്നുണ്ട്. എങ്ങനെയുണ്ട്? മീൻ വന്ന അവിടെ? എടി ആക്ച്വലി ഇവിടെ മീനുണ്ട്. നോക്ക്, അതിന്റെ അടിയിലോട്ട് നമ്മള് ഇതിൽ കൂടെ കാണുന്നുണ്ടോന്ന് അറിയില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ട്? ഇതിന്റെ ഉള്ളിൽ കൂടെ മീൻ പോകുന്നുണ്ട്. ഇതിന്റെ അകത്തൂടെ മീനുണ്ട്, മീൻ പോകുന്നുണ്ട്. ആ മുഖം ഒന്ന് കാണിക്കുക, അല്ലെങ്കിൽ വെട്ടം കിട്ടുന്നില്ല. ഇത് വെട്ടം അടിക്കണം രണ്ടുപേരുടെ. ഇനി മതി മതി മതി. സമയം 3:24. നല്ല വെയിലുണ്ട് ചുറ്റിന്. ഈ പാവ ഈ ചേട്ടൻ നമുക്കൊരു കുട വേണം. അതുകൊണ്ട് ഇതായ കുടയൊക്കെ പിടിച്ചാണ് പോണം. നല്ല വെയിലുണ്ട് കേട്ടോ. തുഴയൂ നല്ല അങ്ങനെ വൃത്തിക്ക്. ഞാൻ എന്താ നല്ല ഫ്രീ ആയിട്ടിരിക്കുന്നു, കൊടയൊക്കെ പിടിച്ച് തുഴയുവാണ്. ഞാൻ അതാ കൊടയൊക്കെ ആരും അറിഞ്ഞിരിച്ച് പണി. ഓ പായസം ഇളകണേ. അങ്ങനെ ഇവിടുത്തെ ഒരു ചെറിയൊരു റൈഡൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ അമ്പൂരി പാലമാണ്. അങ്ങനെ അമ്പൂരി പാലം, ഇതാണ് അമ്പൂരി പാലം. ആക്ച്വലി ഞാൻ കുറേ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതിലും അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ വെയിലുള്ളപ്പോൾ വരുന്നേക്കാളും ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ ഈവനിങ്ങോ വരുന്നേക്ക് നല്ലത്. അങ്ങനെ ഇവിടെയൊക്കെ നല്ല സീനറി അല്ലേ കാണാനായിട്ട്. നോക്കിക്കേ, നല്ല ഭംഗിയുണ്ടല്ലേ. ചെറിയൊരു വെയിലുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ ഒരു 4 മണി ആവാറേ. പക്ഷേ കുറച്ചൊരു 5 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നല്ല റീലൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല രസമുണ്ട് കേട്ടോ. റീൽസ് ഒക്കെ എടുക്കാൻ നല്ല രസമായിരിക്കും. അങ്ങനെ ഞങ്ങളിതാ നടന്ന് ഇപ്പം അപ്പുറത്ത്, അതായത് ബ്രിഡ്ജിൻ്റെ അപ്പുറത്തെ സൈഡ് പോവാണ്. അവിടെ ഒരു ഹിഡൻ വാട്ടർഫാൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആര്യ പറഞ്ഞ ഹിഡൻ സ്പോട്ടിൻ്റെ ഒരവസ്ഥ. അയ്യോ വെള്ളം പോയിട്ട് ഇവിടെ ഒന്നുമില്ല. വയ്യ. നടന്ന് ഒരു കാട്ടിൻ്റെ അകത്തൂടെയൊക്കെയാണ് നമ്മൾ വന്നത്.
ആ വഴി കൂടെയൊക്കെയാണ് നമ്മൾ വന്നത്. എടുത്ത് ഞാൻ കള്ളിയാണ് കള്ളി. പണ്ട് സ്ഥിരം മറ്റേ ഗ്രൂപ്പ് സോങ്ങിനുള്ള ഒരാളായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അമ്പൂരിന്ന് നേരെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ വന്നത്. ഇത് ആക്ച്വലി നെയ്യാർ ഡാമിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. സമയം ഇപ്പം ഒരു 6:15 മണി കഴിഞ്ഞാണ്. സോ അങ്ങനെ ഞാൻ വീടെത്തി. സമയം ഇപ്പം 9:30 മണിയായി. ഇത്രയും ലേറ്റ് ആയില്ല. പിന്നെ ആര്യെ കൊണ്ടാക്കി ജിതിൻ ചേട്ടൻ്റെ വീട്ടിൽ പോയി. ജിതിൻ ചേട്ടൻ്റെ വീട്ടിൽ എൻ്റെ വണ്ടി വെച്ചിട്ടാണ് അവിടുന്ന് പോയതും. അപ്പം അവിടുന്ന് വണ്ടിയിലാണ് വന്നതും. അങ്ങനെ കടയിലൊക്കെ കയറി ടൈം പോയി. അപ്പം ആക്ച്വലി നമ്മൾ നല്ല ടയേർഡായി. പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ അടുത്ത് 1-2 പേര് വരെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അതിനായിട്ടൊരു ടൈമും ഒക്കെ വേണം. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇപ്പം എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഇതിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ബൈ. Yep. I said it before and I'll say it again. Life moves pretty fast.